ഫങ്ഷണൽ അനാലിസിസ്. എന്താണ് ഫങ്ഷണൽ അനാലിസിസ്? നമുക്ക് പേരിൽ തന്നെ തുടങ്ങാം. ഒരു 2 മിനിറ്റിൽ നമുക്ക് ഫങ്ഷണൽ അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ടേം ഫങ്ഷണൽ. നമ്മൾ ഫങ്ഷണൽ എന്നുള്ള ടേം ആദ്യമായിട്ട് കേട്ടത്, ഫങ്ഷണൽ എന്നുള്ള ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലീനിയർ ആൾജിബ്രയിലാണ്. അതായത് ഫങ്ഷണൽ എന്ന് പറയുന്നത് നമ്മൾ ലീനിയർ ആൾജിബ്രയിൽ എന്താ പഠിക്കുന്നത്? സ്റ്റഡി ഓഫ് വെക്ടർ സ്പേസസ് ആണ് ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ വെക്ടർ സ്പേസിൽ നിന്ന് അതിൻ്റെ അണ്ടർലൈൻ ഫീൽഡിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ലീനിയർ ഫങ്ഷണൽ എന്ന് പറയുക. ഇവിടുത്തെ അടുത്ത ടേം എന്ന് പറയുന്നത് അനാലിസിസാണ്. അപ്പം അനാലിസിസ് നമ്മൾ കേട്ടിട്ടുള്ളത് റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, ഈ പറഞ്ഞ ഫീൽഡിലാണ്. മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫീൽഡാണ് റിയൽ അനാലിസിസ് ആൻഡ് കോംപ്ലക്സ് അനാലിസിസ്. അപ്പോൾ ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഈ മാത്തമാറ്റിക്സിൻ്റെ ഒരു ഫീൽഡിൽ ഫങ്ഷണലിനെ പറ്റി എന്താണെന്ന് പറഞ്ഞു. ഇനി അനാലിസിസിൽ നമ്മൾ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ലിമിറ്റ്, കണ്ടിന്യൂറ്റി, കൺവേർജൻസ്, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഈ തരത്തിലുള്ള കാര്യങ്ങളാണ്. ബേസിക്കലി നമ്മൾ ലിമിറ്റും കണ്ടിന്യൂറ്റിയും കൺവേർജൻസ് എല്ലാം പറയുന്നത് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്, അല്ലേ? അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ടെൻസ് ടു എൽ വെൻ എക്സ് ടെൻസ് ടു എ എന്ന് പറയുന്നത് എപ്പോഴാണ്? എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അതായത് എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ടെൻസ് ടു 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എൽ ആകും. എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആകുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ടെൻസ് ടു എൽ വെൻ എക്സ് ടെൻസ് ടു എ എന്ന് പറയുക. അതായത് നമ്മൾ വെക്ടർ സ്പേസ് എന്ന് പറയുന്ന ഒരു അൾജിബ്രൈക് സ്ട്രക്ചറിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, വെക്ടർ സ്പേസിൽ ബേസിക്കലി ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റിവിറ്റി, കമ്മ്യൂട്ടേറ്റിവിറ്റി ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ലീനിയർ ഓപ്പറേഷൻസ് മാത്രമാണ്. മീൻസ് നമുക്ക് അഡീഷൻ ഉണ്ടാവും, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവും. ഈ ഓപ്പറേഷൻസ് മാത്രമേ നമുക്ക് വെക്ടർ സ്പേസിൽ പോസിബിൾ ആയിട്ടുള്ളൂ ബൈ ഡെഫിനിഷൻ. ഇനി നമ്മൾ ഈ വെക്ടർ സ്പേസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ ഡിസ്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നാൽ നമുക്ക് ഈ വെക്ടർ സ്പേസ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നമുക്ക് കണ്ടിന്യൂറ്റി പറയാം, ലിമിറ്റ് പറയാം, കൺവേർജൻസ് പറയാം, ഇൻ്റഗ്രേഷൻ പറയാം, ഡിഫറൻസിയേഷൻ പറയാം, എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ ഈ വെക്ടർ സ്പേസിലേക്ക് നമ്മൾ ഡിസ്റ്റൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരുമ്പം നമുക്ക് ഇത്രയും കാൽക്കുലസ് നമുക്ക് വെക്ടർ സ്പേസ് സ്ട്രക്ചറിൽ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ഫങ്ഷണൽ അനാലിസിസിൽ ചെയ്യുന്നത്. അതായത് ഒരു വെക്ടർ സ്പേസ് എന്ന് പറയുന്ന അൾജിബ്രൈക് സ്ട്രക്ചറിലേക്ക് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പുതിയ ഫംഗ്ഷൻ കൊണ്ടുവരുമ്പോൾ നമുക്ക് കാൽക്കുലസ്, അതായത് അനാലിസിസിൽ ചെയ്യുന്ന കണ്ടിന്യൂറ്റി, ലിമിറ്റ്, കൺവേർജൻസ്, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഈ കാൽക്കുലസ് നമുക്ക് വെക്ടർ സ്പേസിലും കൂടി ചെയ്യാൻ പറ്റും. ഇതാണ് ഫങ്ഷണൽ അനാലിസിസിൽ മെയിനായിട്ട് ചെയ്യുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഫങ്ഷണൽ അനാലിസിസ് ഇസ് എൻ എൻറിച്ച് ഫോം ഓഫ് വെക്ടർ സ്പേസ് വെർ വി ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് അബൌട്ട് limit, continuity, convergence and etc.